കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ ആ വീഡിയോയുടെ സൈസ് അത്ര ശരിയില്ലായിരുന്നു. അപ്പോൾ വ്യൂവേഴ്സ് റിക്വസ്റ്റ് ചെയ്തു അത് വീഡിയോ ഒന്ന് കുറച്ച് വലിയ സൈസായിട്ട് മാറ്റാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യണേ. അപ്പോൾ കസ്റ്റമർ എങ്ങനെ ഫിക്സിഫൈനിൽ ബുക്ക് ചെയ്യുന്ന നോക്കാം. നേരെ ഗൂഗിൾ ക്രോമോ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രൗസർ പോയിട്ട് കസ്റ്റമർ വന്ന് fixifine.com അടിക്കും. അപ്പോൾ ഇതാണ് ഫ്രണ്ട് സ്ക്രീന്, അതായത് ഹോം പേജ്. അപ്പോൾ ഇതിൽ വന്ന് ഡീഫോൾട്ടായിട്ട് മുകളിൽ വന്ന് കോടിക്കുളം എന്ന് കൊടുത്തു കാണും. കോടിക്കുളം എന്തിനാന്ന് വെച്ചാൽ അവരിപ്പോൾ ഇരിക്കുന്ന ലൊക്കേഷനാണ് അത് കാണിക്കണത് സാധാരണ. ഓക്കെ, അപ്പോൾ അതിൻ്റെ നിയർ ബൈ ആയിട്ട് ഉള്ള നിയർ യു എന്ന് പറഞ്ഞ് ഇതേ കാണിക്കണ കണ്ടോ. ഓക്കെ, അപ്പോൾ ഇത് വന്ന് അവരുടെ നിയറസ്റ്റ് ലൊക്കേഷനിൽ ആരൊക്കെ സർവീസ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഇതിൽ വന്ന് നമുക്കിപ്പോൾ ഒന്ന് ഹോം നേഴ്സിൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ഹോം നേഴ്സ് അടിക്കും. ഹോം നേഴ്സ് അടിച്ചിട്ട് സെർച്ച് ചെയ്യുമ്പോൾ അവരുടെ ലിസ്റ്റിൽ വന്ന് ഇതേ കണ്ടോ, ഏറ്റവും അടുത്തുള്ള ഹോം നേഴ്സ്, അതായത് 3 കിലോമീറ്റർ 2.3 കിലോമീറ്റർ അവേ ചലശ്ശേരി, പിന്നെ വണ്ണപ്പുറം 6.1 കിലോമീറ്റർ. അപ്പോൾ ഇതുപോലെയൊക്കെ കാണിക്കും. കുറേ ദൂരം ഉണ്ടെങ്കിൽ അതും കാണിക്കും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പേജ്, മൂന്നാമത്തെ പേജ് അതുപോലെയൊക്കെ പോവാം. അപ്പോൾ ഇത് വന്ന് ആദ്യമായിട്ട് സൈൻ ഇൻ ചെയ്യണം. കാരണം സൈൻ ഇൻ ചെയ്തില്ലെങ്കിൽ ബുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സൈൻ ഇൻ കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തിട്ട് സൈൻ ഇൻ ചെയ്യുക. നോർമലായിട്ട് ഫ്രഷ് ആയിട്ട് ഇപ്പോൾ ഞാൻ ഇതിനു മുമ്പ് സൈൻ ഇൻ ചെയ്തതുകൊണ്ട്, കസ്റ്റമറായിട്ട് സൈൻ ഇൻ ചെയ്തതുകൊണ്ട് ഇത് വന്ന് ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കുന്നില്ല. സാധാരണ സൈൻ ഇൻ ചെയ്യുമ്പോൾ ഇപ്പോൾ കസ്റ്റമർ ആണെങ്കിൽ ബുക്ക് ചെയ്യുന്ന മുമ്പ് അവരുടെ ഫോൺ നമ്പർ ഇതൊക്കെ ചോദിക്കും. ഓക്കെ, അതൊക്കെ ചോദിച്ചിട്ടാകുമ്പോൾ അപ്പോൾ തിരിച്ച് ഹോം നേഴ്സ് തന്നെ സെർച്ച് ചെയ്യാം. ഇപ്പോൾ സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്, ഇത് കണ്ടോ, മുമ്പ് സൈൻ ഇൻ ചെയ്യാൻ പറഞ്ഞു, ഇപ്പോൾ സൈൻ ഇൻ ചെയ്യാൻ പറഞ്ഞില്ല. അപ്പോൾ നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ബട്ടണുണ്ട്. അപ്പോൾ കസ്റ്റമർ വന്ന് ഇഷ്ടപ്പെട്ട നേഴ്സിനെ ബുക്ക് ചെയ്യും. ഇപ്പോൾ ഒന്ന് ഉദാഹരണത്തിന് തങ്കമ്മ, ബുക്കിംഗ് കൊടുക്കുക. ബുക്കിംഗ് കൊടുത്തിട്ട് ഡേറ്റ് കൊടുക്കുക, സെറ്റ് ചെയ്തിട്ട് പിന്നെ ടൈം കൊടുക്കുക. പിന്നെ ഇവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്യുക. ഉദാഹരണത്തിന് ഇപ്പോൾ ഐ നീഡ് ഹോം നേഴ്സ് ടു കുക്ക് ആൻഡ് ടേക്ക് കെയർ ഓഫ് എൽഡർലി. എന്നിട്ട് അവർ വന്ന് കൺഫേം ബുക്ക് ചെയ്യും. അപ്പോൾ ഈ ബുക്ക് ചെയ്യുമ്പോൾ അവർക്ക് പൈസയുടെ ആവശ്യമില്ല, കാരണം ചുമ്മാ വെറുതെ ബുക്ക് ചെയ്യും. അപ്പോൾ അവർ എത്ര വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ബുക്കിംഗ് ആയിട്ടുണ്ട്, അപ്കമ്മിങ് മുകളിൽ കാണിക്കണ കണ്ടോ, അവരുടെ ഡാഷ്ബോർഡിൽ വന്ന് തങ്കമ്മ 16th ജൂലൈ 3 മണിക്ക്. ഇപ്പോൾ അവർക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് വന്ന് ഒരു കസ്റ്റമർ ബുക്ക് ചെയ്യണേ. ഇത് ബുക്കിംഗ് ചെയ്തതിന് ശേഷം ഇത് എങ്ങനെ ഏരിയ മാനേജറിലേക്ക് എത്തിക്കും, അവർ എങ്ങനെ അത് പ്രോസസ്സ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഏരിയ മാനേജർ മൊബൈലിൽ എങ്ങനെയാണ് വന്ന് ഒരു ബുക്കിംഗ് വന്ന് പ്രൊസീഡ് ചെയ്യണേ. ഇപ്പോൾ കസ്റ്റമർ വന്ന് ബുക്ക് ചെയ്തു, ക്യാത്തി എന്ന് പറഞ്ഞ് തങ്കമ്മാനെ ബുക്ക് ചെയ്തു. അപ്പോൾ ഇത് എങ്ങനെയാണ് വന്ന് ഏരിയ മാനേജർ അക്സെപ്റ്റ് ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്യുന്ന നമുക്ക് നോക്കാം. ഇപ്പോൾ സാധാരണ എപ്പോഴും ഫിക്സിഫൈൻഡിൽ പോവുക. ഫിക്സിഫൈൻഡിൽ പോയതിന് ശേഷം ഇവിടെ വന്ന് പ്രൊഫൈലുണ്ടാവും. പ്രൊഫൈലിൽ പോയിട്ട് ഇപ്പോൾ ഈ കസ്റ്റമർ വന്ന്, അതായത് ഈ ഏരിയ മാനേജർ വന്ന് കസ്റ്റമറും ആയിട്ടുണ്ട്, ഏരിയ മാനേജർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയ മാനേജർ സെക്ഷനിലേക്കാണ് പോണേ. മുകളിൽ തന്നെ ദേ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, ന്യൂ ബുക്കിംഗ് റിക്വസ്റ്റ് ബൈ ക്യാത്തി. ഇത് കണ്ടോ, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ നെക്കിയാലും മതി, ഇല്ലെങ്കിൽ നേരെ ബുക്കിങ്ങിലേക്ക് നിൽക്കിയാൽ മതി. താഴെ ബുക്കിംഗ് കിടപ്പുണ്ട്, ഇത് കണ്ടോ. ഇപ്പോൾ തങ്കമ്മ ആണ് സർവീസ് പ്രൊവൈഡർ, ക്യാത്തിയാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഇവിടെ വന്ന് ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. ഐ നീഡ് ഹോം നേഴ്സ് ടു കുക്ക് ടേക്ക് കെയർ ഓഫ് എൽഡർലി. അപ്പോൾ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് കൺഫേം കൊടുത്താൽ ആ ബുക്കിംഗ് വന്ന് കൺഫേം ആയോളൂ. ഇപ്പോൾ കൺഫേം ചെയ്തതിന് ശേഷം നേരെ കസ്റ്റമറുടെ വാട്സാപ്പും പ്രൊവൈഡറുടെ വാട്സാപ്പും വന്നിട്ടുണ്ട്. അതായത് കസ്റ്റമർ ആണെങ്കിൽ ക്യാത്തി, പ്രൊവൈഡർ ആണെങ്കിൽ തങ്കമ്മ. ഇപ്പോൾ വന്ന് ആ സർവീസ് പ്രൊവൈഡർ വീട്ടിൽ അയച്ചിട്ട് അവരുടെ സർവീസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാർക്കസ് കംപ്ലീറ്റ് കൊടുക്കുക. കംപ്ലീറ്റ് കൊടുത്തതിന് ശേഷം ഇപ്പോൾ തങ്കമ്മയ്ക്ക് വന്ന് 25,000 ആണെങ്കിൽ
27,000 ഇടുക. കാരണം 2,000 കമ്മീഷന്, അപ്പോൾ 27,000 ഇട്ടിട്ട് കൺഫേം ബുക്കിംഗ് കൊടുക്കുക. അപ്പോൾ 25,000 തങ്കമ്മയ്ക്കും 2,000 നിങ്ങൾക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബുക്കിംഗ് വന്ന് പ്രോസസ്സ് ആക്കണേ. അപ്പോൾ ഈ 27,000 നേരെ കസ്റ്റമറുടെ പ്രൊഫൈലിലേക്ക് പോകും. നമുക്കിപ്പോൾ കസ്റ്റമറുടെ പ്രൊഫൈലിലേക്ക് പോയി നമുക്കത് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനു മുമ്പ് കാണുന്നത് ഹോംനെസ് തങ്കമ്മ പെൻഡിങ്ങിലേക്കാണ് കടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ റിഫ്രഷ് ചെയ്യുമ്പോൾ ഇതേണ്ടോ മുകളിൽ തന്നെ നോട്ടിഫിക്കേഷൻ വന്നു, യു ഹാവ് 1 പെൻഡിങ് പേയ്മെൻറ്റ്, പേ നൗ, കംപ്ലീറ്റ് യുവർ ബുക്കിംഗ്, അൺലോക്ക് റിവ്യൂസ്. ഇവിടെ വന്ന് 27,000 ഇട്ടിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമർ വന്ന് പേ ചെയ്യുവാണെങ്കിൽ പേ, കൺഫേം പേ. ഇപ്പോൾ 500, അതായത് 27,500 സംതിങ് നേരെ UPI ഗൂഗിൾ പേയോ ഏത് വഴി വേണമെങ്കിൽ പേ ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ ഉദാഹരണത്തിന് കാർഡ് കൊടുക്കാം, കണ്ടിന്യൂ പേ കൊടുക്കും. ഇത് കണ്ടോ, അപ്പോൾ ഒന്ന് പേയ്മെൻറ്റായി. പേയ്മെൻറ്റ് പാസ്സായതിനു ശേഷം അത് തന്നെ റിഫ്രഷ് ആയിക്കോളും. പിന്നെ കസ്റ്റമർ വന്ന് റേറ്റിംഗ് നിങ്ങൾക്ക് കൊടുക്കും. റേറ്റിംഗ് ഏരിയ മാനേജർ, വെരി ഗുഡ് റെസ്പോൺസ്. അടുത്തത് തങ്കമ്മ, അവരുടെ റേറ്റിംഗ് കൊടുക്കും. ഇപ്പോൾ 4 സ്റ്റാർ കൊടുക്കാം. സർവീസ്, സബ്മിറ്റ് റിവ്യൂ കൊടുക്കും. ഇപ്പോൾ റിവ്യൂ സബ്മിറ്റായി. ഇപ്പോൾ അടുത്ത പ്രാവശ്യം വന്ന് ആരെങ്കിലും ബുക്ക് ചെയ്യുമ്പോൾ ഇഷ്ടപ്പെട്ട കസ്റ്റമർ വന്ന് റേറ്റിംഗ് വെച്ചാണ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബുക്കിംഗ് വന്ന് പ്രോസസ്സ് ആവണേ. ഇനി അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് ഒരു ഏരിയ മാനേജർ സർവീസ് പ്രൊവൈഡറെ ആഡ് ചെയ്യാമെന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കണമെങ്കിൽ fixifine.com/join ഇതിൽ വന്ന് നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാം. എങ്ങനെയാണ് കസ്റ്റമർ വന്ന് ഇൻവൈറ്റ് ചെയ്യാം, എങ്ങനെയാണ് ട്രാൻസാക്ഷൻ നടത്തുക, എങ്ങനെയാണ് ഇൻകം വന്ന് നമുക്ക് ജനറേറ്റ് ചെയ്യാം, അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാം.